ലോകസുഖങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ലോകത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ടും സുഖങ്ങൾ കൊണ്ടും ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നവർക്കെല്ലാം ഉണ്ടാകുന്നൊരു അപകടമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു കുഴി പോയി വീഴും, ഒരു കുഴിച്ചാണ്. എന്നാൽ ഒന്നൊന്നര കുഴിയാണ്. ഒന്നെങ്കിൽ അത് നമ്മുടെ ഈ പന്നിക്കുഴിക്ക് എനിക്ക് ഒത്തിരി അർത്ഥം. അത് പലപ്പോൾ അത് പാപത്തിൻ്റെ കുഴിയാകാം, ചില ട്രാപ്പായിരിക്കും, ചില ഫ്രണ്ട്ഷിപ്പിനകത്ത് പെട്ടുപോകും, ചില മദ്യത്തിൻ്റെ കുഴിയാകാം, ചിലപ്പോൾ ഇതൊക്കെ ഒരു നരകത്തിലേക്കുള്ള ഒരു പോക്കായിരിക്കും. നരകമാകുന്നൊരു അഗാധം നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞ ആ ഒരു കുഴിയിലോട്ടുള്ള യാത്രയാവും ഒരുപക്ഷെ ലോകസുഖങ്ങളെ ആസ്വദിച്ച് ജീവിക്കുന്നവർക്കൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതായിരിക്കും എൻ്റെ ബൈബിളിൻ്റെ അർത്ഥം. ശരീരം പോയി എത്തുന്നത് അവിടേക്ക് പോവുള്ളൂ, അല്ലാതെ വേറൊരു. അപ്പോൾ അവന് ധൂർത്തപുത്രൻ പോയിട്ട് ഇവൻ പോയി കുഴി പോയി ഏതെങ്കിലും കണിപ്പം ഏതൊരു പ്രശ്നത്തിൽ ഏതൊരു കേസിൽ എന്തെങ്കിലും കേസ് ഒരു കുഴി. അപ്പോൾ ഇതിൻ്റെ ലോകത്തിനെ വിശ്വസിച്ചേക്കരുത്. ഒരിക്കലും ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ അമിതമായി വിശ്വസിക്കരുത്. പഞ്ചേന്ദ്രിയങ്ങൾ തൃപ്തിപ്പെടുത്താൻ പോയാൽ നിങ്ങളുടെ ആരോഗ്യം പോവും, ഉറക്കം പോവും, രാത്രി ഉറക്കാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ രോഗിയായ ഒരു കുട്ടി കാണും, അമ്മ കാണും, അപ്പം കാണും. പക്ഷേ ആ സഹനം ചെയ്യും. അത് നമ്മൾ അവിടെ ഈശോയുടെ പീഡ ശരിക്കും ചില സഹനങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് മാറ്റേണ്ടവൻ. പൈശാചിക പീഡ കാണും, ഒക്കെ കാണും, ദുഷ്ടാരിയുടെ പ്രവർത്തനം കാണും. പക്ഷെ അതൊക്കെ നമ്മൾ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് പഠിക്കണം. ഈശോ അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈശോ അനുഭവം ഉണ്ടെങ്കിൽ കുരിശിൻ്റെ ഭാരമില്ല. ഈശോ ദൈവബന്ധം ഉണ്ട് ഇല്ലെങ്കിൽ കുരിശിൻ്റെ ഭാരമില്ലാതെ ശപിക്കും. ഞാൻ പറയും, ഈശോ ഭാരമുള്ള കുരിശെടുത്തുകൊണ്ട് കാകൽത്താമല കയറുമ്പോൾ ഈശോയ്ക്ക് ഇതൊരു ഭാരമായി ഒക്കെ ഈശോ വീഴുന്നു. ഈശോയുടെ ദേഹം മുഴുവനും കിറുമുറിക്കപ്പെടുന്ന അനുഭവം എന്തൊരു ഭീകരമായ സഹനമല്ലേ. പക്ഷേ ഈശോ ഒരു മനസ്സ് തളരുന്നില്ല, ശരീരമേ തളരുന്നുള്ളൂ. മനസ്സൊരിക്കലും മനസ്സ് ദൈവത്തിൽ നിന്ന് മുറിഞ്ഞു പോകുന്നു. അതുകൊണ്ടല്ലേ അവസാനം ഈശോ, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിന്. പക്ഷേ ഈശോയ്ക്ക് ഇത്ര സഹനം വന്നിട്ടും ഇത്രയേറെ പെടുന്ന ഈശോയുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് മുറിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ബന്ധം മുറിയുന്നില്ല. ശരീരം തളരുന്ന അവസാനം ദാഹിക്കുന്നത് പോലെ, ഞാൻ ഹ്യൂമനായിട്ട് പറയുമ്പം ഇത്ര മരണത്തോടുക്കുമ്പോൾ ദാഹം ഭയങ്കര ദാഹം, ഇറ്റ്സ് ഗോയിങ് ടു ഡൈ. എന്നിട്ട് ഈ ദൈവത്തെ ശപിക്കുന്നില്ല, ബന്ധം സൂക്ഷിക്കുന്നു. നമ്മുടെ കുരിശിൻ്റെ ഭാരം നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളാകാം, അപമാനമാകാം, കുറവുകളാകാം, ജോലി പ്രശ്നമാകും, മാതാപിതാക്കൾ ഭാര്യയുടെ പ്രശ്നമാകും, ഭർത്താവിൻ്റെ പ്രശ്നമാകും, മക്കളുടെ രോഗമാകാം, വീട്ടിലെ ഒറ്റപ്പെടലാകാം. ഇതൊക്കെ ഒരു ഭയങ്കര ഭാരമായിട്ട് മാറുന്നതിൻ്റെ കാരണം നീ ഒരു ആറാമത്തെ ഇന്ദ്രിയം കൊണ്ട് കാണണ്ട, നിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവവുമായിട്ടുള്ള അടുക്കേണ്ട ഒരു തലമുണ്ട്. ആ ഒരു ബന്ധം കിട്ടിയിട്ടില്ല. ആ ബന്ധത്തില്ലാത്തതുകൊണ്ടാണ് ഇത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്ഭുതം ഞാൻ കൊണ്ട് ഈശോ 5,000 പേർക്ക് വർദ്ധിപ്പിക്കുന്നത് ബൈബിൾ 2 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. 3-ാം പ്രാവശ്യവും ഈ ആളുകളെല്ലാം കൂടും. ഈശോ നിർത്തി, അപ്പം കൊടുക്കൽ നിർത്തി. ഇവരിക്കരെ പോയി, ഈശോ അക്കരയ്ക്ക് പോയെന്ന് പറയും. ഈശോ മുങ്ങി എന്ന് പറഞ്ഞാൽ ഈശോ നേരെ അക്കരയ്ക്ക് പോയി. എന്താണ് ഈശോ വിശക്കണം അപ്പം ഇനിയും വർദ്ധിപ്പിക്കുക? എന്തുകൊണ്ട് ഈശോ വർദ്ധിപ്പിക്കാത്തവർ? കാരണം ഈ ഒരപ്പം ഭക്ഷിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് പ്രശ്നമാണ്. ഇതല്ല ഈശോയ്ക്ക് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈശോ നൽകുന്നത് ഒരു അപ്പോഴുള്ളൊരു സൊല്യൂഷൻ അല്ല. പെട്ടെന്നൊരു വിശപ്പങ്ങ് മാറ്റി, ഇപ്പം ഉണ്ടായ വിശപ്പങ്ങ് ഇതല്ല. ഈശോ നൽകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ വിശപ്പ് മാറ്റിയെടുക്കുക. മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകാതെ അവൻ്റെ പ്രശ്നം തീരില്ല. അല്ലാതെ അവന് ഭക്ഷണം കിട്ടിയോണ്ടോ വസ്ത്രം കിട്ടിയോണ്ടോ ഇപ്പോഴത്തെ ഒരു കാര്യം നടന്നുകൊണ്ടോ ഒരു രോഗശാന്തി കിട്ടിയോണ്ടോ പോലും അവൻ്റെ പ്രശ്നം തീരില്ല. അവൻ പ്രശ്നം വീണ്ടും കൂടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സൗഖ്യം അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ ഈശോയെ തന്നെ ഞാനാണ് സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പം, ഐ ആം ദ ലിവിങ് ബ്രെഡ്, ജീവനുള്ള അപ്പം. അപ്പം അതിൻ്റെ കാരണം എന്ത്? ഈശോയെ ഭക്ഷിക്കാനാണ് ഈശോ പറയുന്നത്. ഈശോയെ നിങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളതാണ്. അല്ല നിങ്ങൾ വേറെ ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ വിശപ്പ് തീരില്ല. ഇന്നത്തെ പ്രശ്നം തീരും, പക്ഷെ നാളെ വീണ്ടും പ്രശ്നം തുടങ്ങും. അത്ഭുതങ്ങളുടെ അടയാളങ്ങൾക്കൊക്കെ ആ സമയത്തുള്ള നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം മാത്രമാവുള്ളൂ. അതൊന്നും നിലനിൽക്കുന്ന ജീവിത പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല. അതിലേക്കുള്ള ഈശോയിലേക്കുള്ള യാത്രയുടെ വഴിയാണ്.
അപ്പം അതുകൊണ്ട് ആ ഒരു ഈശോയെ ഭക്ഷിക്കുക. അന്ന് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പം ഈശോയെ ഭക്ഷിക്കാനാണ് പറയുന്നത്. ഈശോ വെറുതെ അത് നമ്മൾ ചവച്ചരക്കലല്ലത്, അതിനകത്തൊരു ഈശോയെ നമ്മുടെ മേലുള്ള ബന്ധമാണ് അത്. ആ ഒരു ടച്ചിങ് എക്സ്പീരിയൻസ്. അപ്പം അതിലേക്ക് വരാനുള്ള, അപ്പം അതിനാണ് ഞാൻ അനുദപിക്കണം, പ്രസ്തുതപിക്കണം. യഥൂർത്തപുത്രൻ എല്ലായിടത്തും ഓടി നടന്നു. ഇവന് സന്തോഷം കിട്ടുന്നില്ല, അവന് ഹാപ്പിയല്ല, ഇതാണ് ഹാപ്പി. അവസാനം ഇവൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ തീർക്കും. അതാണ് ചിലപ്പോൾ നമ്മൾ ജീവിതം ചിലമുണ്ട്, ചില മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കൊടുക്കുന്ന ആൾക്കാർക്ക് അവസാനം അവനും ഇല്ല ഇവളും ഇല്ലാതെ തീരും. അവളും ഇല്ല, ഇവന് ഒന്നും, എല്ലാം തീർന്നു, മൊത്തം തീർന്നു. ഇവളും തീർന്നു, അവനും തീർന്നു. അതേ പാപം നൽകും. ഒരിക്കലും പാപം പാപത്തെ വിശ്വസിക്കാറില്ല. കള്ളനെ ഒരിക്കലും വിശ്വസിക്കാറില്ല. കള്ളിയെ വിശ്വസിക്കരുത്, കള്ളനെ വിശ്വസിക്കരുത്. കാരണം അത് അലക്രമത്തിൽ അപകടമേ വരുള്ളൂ, ചതിയുണ്ടാവും. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവൻ്റെ പണം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവനെ കൊണ്ട് ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ എൻ്റെ അച്ഛാ ഞങ്ങളുടെ നല്ല കാലം ഞങ്ങളെല്ലാവർക്കും വേണം, ഇപ്പോൾ ആർക്കും ഞങ്ങൾ വേണ്ട, അങ്ങനെ കാലമുണ്ട്. അത് അവിടെ ആ വാക്ക് തന്നെ പറയുന്ന അപ്പനും അമ്മയ്ക്ക് ഒരു പ്രശ്നം ഞാൻ കാണും. അപ്പനും അമ്മയും ജീവിച്ചത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടി. അവരുടെ നേട്ടം അവർ ഇത്രയും ആയത് ദൈവത്തിന് കൊടുക്കാഞ്ഞുകൊണ്ടായി പഞ്ചേന്ദ്രിയങ്ങൾ ഇത്രയും നല്ല സൂപ്പറായത്. അപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ആയതിൻ്റെ കാരണം അവർ ആത്മാവിന് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ടാണ്. ആത്മാവിന് ശരിക്കും ഭക്ഷണം കൊടുക്കുന്നവന് ശരീരം ശുഷ്കിച്ചുകൊണ്ടിരിക്കും, ബാഹ്യമായത് ചെറുതായിക്കൊണ്ടിരിക്കും. ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കുന്നവൻ്റെ ബാഹ്യ ജീവിതത്തിൽ ശുഷ്കിച്ചുകൊണ്ടിരിക്കും, അവൻ തീർന്നുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോൾ അതിൻ്റെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ, മനസ്സമാധാനമാണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, ജീവിതത്തിലൊരു സമാധാനം അത് കിട്ടണമെങ്കിൽ ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കും. നിങ്ങളുടെ വീടിനകത്തൊരു ചെറിയൊരു ഭാഗം, ഒരു മേശയെങ്കിലും ഒരുക്കി ഈശോയുടെ രൂപമൊക്കെ വെച്ച്, അപ്പോൾ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എനിക്കറിയാം. എന്നാലും അത് കൂടുതൽ താല്പര്യത്തോടെ കുർബാനയ്ക്ക് ഈശോയെ അനുഭവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക. ഈശോ അനുഭവം വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം നിശ്ചലം, പഞ്ചേന്ദ്രിയങ്ങൾ പിന്നെ വർക്ക് ചെയ്യത്തില്ല. ആണ് ഈ സമരക്കാരിക്ക് ഈശോ അനുഭവം കിട്ടിയപ്പോൾ, ഈശോയെ കണ്ടപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു മനസ്സിൽ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ പിന്നെ അവൾക്ക് ഒന്നും വേണ്ട, കുടിവെള്ളം പോലും അതിൻ്റെ പാത്രം അവിടെ എറിഞ്ഞിട്ട് പോവുകയാണ്. അവളുടെ ശരീരത്തിൻ്റെ വിശപ്പ് പോലും തീർന്നു, നോർമൽ നാച്ചുറൽ ദാഹം പോലും നഷ്ടപ്പെട്ടു, തീർന്നുപോയി. എപ്പോഴും വെള്ളം കുടിക്കാനുള്ള ചിന്തയൊക്കെ പോയി, ഭക്ഷണത്തോടുള്ള താല്പര്യം കുറഞ്ഞു. എപ്പോഴും വലിയ വസ്ത്രങ്ങളും അണിഞ്ഞൊരുക്കലോടുള്ള താല്പര്യം കുറഞ്ഞു. അവർക്ക് ചില ഫ്രണ്ട്സാണ്, അവരുടെ അടുത്തേക്ക് പോകാൻ താല്പര്യം കുറഞ്ഞു, എല്ലാ താല്പര്യം കുറഞ്ഞു. എന്താ കാര്യം? ഈശോ അനുഭവിച്ചു. ആ ഒരു സെൻസ് പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മുടെ ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിൻ്റെ ആ ഒരു സെൻസുണ്ട്. എല്ലാവരിലും ഈ ആത്മാവുണ്ട്. ഈ സെൻസ് ഇരിക്കുന്ന ആത്മാവിലാണ്. ഈ ദൈവത്തെ അനുഭവിക്കുന്ന ആത്മാവും തമ്മിലുള്ള ബന്ധമാണിത്. ആത്മാവ് പ്രവർത്തിക്കണം. ആത്മാവ് ജീവനുള്ളതാണെങ്കിൽ പാപം ചെയ്യുമ്പോൾ ഈ ആത്മാവ് മരിച്ചു പോകും. Whenever you disobey the commandments of God, then this soul starts to die. Dying പ്രോസസ്സിലാണ്. അപ്പോൾ അത് തകർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് പാപം ചെയ്യാതെ ജീവിത വിശുദ്ധി ഈശോ സ്നേഹിക്കുമ്പോൾ ഇത് പ്രവർത്തിക്കാതെ ജീവനെ. അപ്പോൾ അതിന് ഈശോ അനുഭവിക്കാൻ പറ്റുന്ന ഒരു തലം, വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു തലമുണ്ട്. ആ തലത്തിൽ വന്നപ്പോൾ പിന്നെ നമുക്കൊന്നും ബാധകമല്ല. ഞാൻ ഇന്ന് ആൾക്കാർക്ക് എനിക്കൊന്നും ഓടി നടക്കണമെന്ന് അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇത്തിരി സന്തോഷം. ഇപ്പോൾ ഞാൻ ഒത്തിരി ആനന്ദത്തിലാണ്. ഇതെല്ലാം പോകുന്നതാണ് അല്ലേ? ബൈബിൾ പറഞ്ഞത് ഇതെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകുമെന്ന് പത്രോസ്ലീഹ പറയുന്നുണ്ട്. ഇതെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഈ സങ്കീർത്തനം 90 പറയുന്ന പോലെ ഇതെല്ലാം പ്രഭാതത്തിൽ പൊട്ടിവിരിയുന്ന ഈ പുല്ലുനാമ്പ് പോലെയാണ്, അല്ല പൂവ് പോലെയാണ്. അപ്പം ഈ പുഷ്പം വൈകുന്നേരം ആകുമ്പം വാടിക്കൊരിയും. അത് പ്രപഞ്ചത്തിൻ്റെ നിയമം. അതാണ് ഈ നമ്മൾ കാണുന്നതല്ല ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ വസ്തുവകളാണ്. ഇതിനെ തൃപ്തിപ്പെടുത്തി മനുഷ്യൻ അവൻ്റെ മനസ്സ് മുഴുവൻ അവൻ്റെ ആത്മാവിനെ വിറ്റാണ്. ഇവിടെ നോക്കി ദൈവം കൊടുത്ത സമ്പത്ത് അവൻ വിറ്റ്, അവന് വേശ്യകളുടെ വീട്ടിൽ പോയി, അവൻ മദ്യഷാപ്പിൽ പോയി, അവന് മറ്റു കൂട്ടുകെട്ടിലേക്ക് പോയി, അവൻ ആടിപ്പാടാൻ പോയി. പക്ഷെ അവസാനം അവന് ഒരു കുഴിയിലോട്ടും പോയി. സുഖം തേടുന്നവനെല്ലാം ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെടും. പണത്തിൻ്റെ പുറകെ നടക്കുന്നവനും അവസാനം വരും നോക്കിയോ ഒരു അപകടം ഉണ്ടാകും. ദൈവത്തെക്കാൾ സ്ഥാനം
അപ്പനോ അമ്മയ്ക്കോ മക്കൾക്കോ സഹോദരനോ ജീവിത പങ്കാളിക്കോ വസ്തുവിനോ ആർക്കെല്ലാം കൊടുക്കുന്നോ അവർക്കെല്ലാം അവസാനം ഒരു കുഴി പോയി ചാടും. അത് ഡെഫിനറ്റായ കാര്യമാണ്. അപ്പോഴാണ് ദൈവം, സ്നേഹം തന്നെയായ ദൈവം അവന് സുബോധം കൊടുക്കുക. എടാ, ഇതാണ് നിൻ്റെ അവസ്ഥ. നീ ഇന്ന് ഈ കുഴി ദുഃഖത്തിൻ്റെ കുഴി, നിരാശയുടെ കുഴി, പ്രശ്നങ്ങളുടെ കുഴി, വഴക്കിൻ്റെ കുഴി, ഒരു ബന്ധങ്ങൾ, ചില പാപകരമായ ഒഴിയാബാധ പോലത്തെ ചില സൗഹൃദങ്ങൾ, പിന്നെ അതെല്ലാം പെട്ടുപോകുന്നതിൻ്റെ കാരണം എവിടെയോ വെച്ചോ നീ ഒരു അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. എവിടെ വെച്ചോ നീ ദൈവത്തെക്കാൾ സ്ഥാനം നീ ആർക്ക് കൊടുത്തു? നീ ദൈവത്തെ തെറ്റിദ്ധരിച്ചു. ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തിൻ്റെ അത് നീ നെഗറ്റീവായിട്ട് കണ്ടു. ബൈബിൾ വായന, പള്ളിപ്പോക്ക്, കുമ്പസാരം, വിശുദ്ധ ജീവിതം, ഇതിനെയൊക്കെ നീ വേറെ അർത്ഥത്തിൽ നിൻ്റെ മനസ്സിൽ കയറി വന്നു. വേറെ ഏതോ ഒരു അർത്ഥം നിന്നെ തലക്കയറി പിടിച്ചു. ആ സമയത്ത് നിന്നെ ആരോ ബ്രെയിൻ വാഷ് ചെയ്തു. നിന്നെ ആരോ, നിൻ്റെ ബുദ്ധിയിലാരോ, ചിലപ്പോൾ പഠിച്ച കോളേജിലെ ഒരു അധ്യാപികയുടെ ഒരു കമൻ്റായിരിക്കാം. ചിലപ്പോൾ നീ കണ്ടുമുട്ടി ഏതെങ്കിലും ഒരു വൈദികൻ്റെയോ സന്യാസിനിയുടെയോ ചിലപ്പോൾ ഒരു വിശ്വാസത്തിന് തകർച്ചയായിരിക്കാം. അല്ലെങ്കിൽ നീ കണ്ടുമുട്ടി ഏതോ ഒരു സംഭവമായിരിക്കാം. എവിടുന്നോ കിട്ടിയൊരു സംഭവം നിൻ്റെ ബ്രെയിനെ അഫക്റ്റ് ചെയ്തത്, നിൻ്റെ ചിന്തയെ അഫക്റ്റ് ചെയ്തു. എന്നിട്ട് നീ വഴിമാറി ചിന്തിച്ചു. ഒരിക്കൽ നീ ഈശോയോട് കൂടെ ജീവിച്ചവനാണ്, പക്ഷേ അവിടെ നീ വഴിമാറി ചിന്തിച്ച് വേറൊരു വഴി നീ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ അതാരോ നിന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നീ ഈ ഒരവസ്ഥയിൽ, ഈ കുഴിയിലേക്ക് എത്താനുള്ള കാരണം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് നിനക്ക് സമാധാനം നൽകുന്ന ദൈവം മാത്രമാണ്. നിൻ്റെ സമാധാനം കർത്താവാണ്. ആ ദൈവത്തെ സ്വന്തമാക്കിയാൽ ഇന്ന് ഈ പറയുന്ന ഈ കൊറോണയോ അല്ലെങ്കിൽ ഈ പാൻഡമിക്, മഹാമാരി, ഇതൊന്നും നമ്മുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യും, പക്ഷേ ആത്മാവിനെയോ ജീവിതത്തെയോ അഫക്റ്റ് ചെയ്യത്തില്ല, തൊടുക പോലുമില്ല. ഇതിന് മുകളിലൂടെ നമുക്ക് നീന്തി തുടിക്കാൻ പറ്റണം. കൊറോണ എന്ന് പറയുന്ന വലിയ ഓഷ്യൻ, വലിയ സമുദ്രത്തിൻ്റെ, പസഫിക് ഓഷ്യൻ്റെ മുകളിൽ കൂടി നമുക്കങ്ങ് നീന്താൻ പറ്റും. കാരണം ഫെയ്ത്ത് ആണ്, ദൈവബന്ധമാണ് നമ്മെ അതിൽ പിടിച്ചു ചേർത്ത്. അതല്ല ഈ ആദിമ ക്രൈസ്തവരെ കൊണ്ടുപോയിട്ട് സിംഹക്കുഴിയിൽ വലിച്ചെറിയും, അഗ്നികുണ്ഡത്തിൽ വലിച്ചെറിയുമ്പോൾ അവരത് നിരാശയായിട്ടുള്ള, അവരാരും കുറ്റപ്പെടാം. കാരണം അവരത് എൻജോയിങ് ദ ലവ് ഓഫ് ഗാഡ്. ദൈവസ്നേഹം അവരനുഭവിക്കുകയായിരുന്നു. ദൈവസ്നേഹം തന്നെ അവരനുഭവിക്കും. കാരണം വെച്ചാൽ ഇത് കത്തിത്തീരുമ്പോൾ ഞങ്ങൾക്ക് വേറൊടുത്ത് കത്തിജ്വലിക്കാൻ പറ്റും എന്നവർ വിശ്വസിച്ചിരുന്നു. ശരീരം കത്തിച്ചാമ്പലാകുമ്പോൾ വേറെ സ്ഥലത്ത് കത്തിജ്വലിക്കാൻ തങ്ങൾക്കാവുമെന്നവർ അനുഭവത്തിലൂടെ അറിഞ്ഞിരുന്നു. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അവൻ തളർന്നു വീണു, ചോര വാർന്ന് മരിക്കുമ്പം അപ്പോൾ അവൻ്റെ കണ്ണ് പറയുന്നുണ്ട്, അവൻ സ്വർഗത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഈശോ മിശിഹ ഇരിക്കുന്നത് അവൻ കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞേ, സ്വർഗം തുറന്നിരിക്കുന്നത്, പിതാവിൻ്റെ വലതുഭാഗത്ത് ഈശോ മിശിഹ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ഉടനെ അവരെല്ലാം ആക്രോശിച്ചവരെ നേരെ അടുത്ത് അവനെ വസ്ത്രം ഉരിഞ്ഞ് അവനെ കൊന്നു. പക്ഷെ കൊല്ലുമ്പോൾ അവൻ്റെ മുഖം ഇങ്ങനെ ഹാപ്പിയാണ്. കാരണം അതാണ് ഈ തലങ്ങൾ. കാരണം ഈ ഒരു ഹാപ്പിനെസ് കിട്ടും. അതാണ് ഈ ഒരു തല നമുക്ക് കാണിച്ചിരുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു ദർശനം എന്ന വരം കിട്ടും. കാശുണ്ടാക്കാനുള്ള വഴിയല്ല ദർശനം, നിത്യജീവനെയും സ്വർഗത്തെയും കാണാനുള്ള ദർശനം. ഞാൻ ഈ വർഷങ്ങൾക്ക് ഞാൻ സെമിനാരി ആദ്യകാലം പറയുമ്പോൾ 1988, 89, 90കളിൽ ഞാൻ എൻ്റെ മൈനർ സെമിനാരിക്കുന്ന കാലത്തൊക്കെ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ഈ സെമിനാരി കെട്ടിടത്തിൻ്റെ ടെറസിൽ വലിയൊരു കെട്ടിടമാണ്. ആ ടെറസിൽ പോയി വൈകിട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ കിടക്കും, വെറുതെ തമാശ. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഇങ്ങനെ അപ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും ഈ നക്ഷത്രങ്ങളെ കണ്ട്. അപ്പം വേറൊരു ലോകം, ഇതിനപ്പുറമുള്ളൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കും. അപ്പം എന്നിട്ട് എനിക്ക് ഇതല്ല, ഇതിന് മുകളിലൊരു സംഭവം അതാണ് ശരിക്കും. അതാണ് ഈ ഒരു പൗരോഹിത്യമൊക്കെ സ്വീകരിക്കുമ്പോഴും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകുമ്പോഴും നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം ആ ഒരു ലോകമാണ്. അപ്പോൾ അത് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കണം. വിശുദ്ധരെല്ലാം അതാണ് ദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ ഭൗതിക കാര്യങ്ങളുടെ ഏറ്റക്കുറവുകളെ കണ്ടുപിടിക്കുന്നതല്ല ദർശനം. നിത്യതയുടെ രഹസ്യങ്ങളെ, അവിടെയുള്ള സൗഭാഗ്യങ്ങളെ എനിക്ക് പരിശുദ്ധാത്മാവ്
കാണിച്ചു തരുന്നതാണ് സ്വർഗീയ ദർശനം. അപ്പം അത് കണ്ടു കഴിയുമ്പോൾ എൻ്റെ ആഗ്രഹവും എൻ്റെ ലക്ഷ്യവും എല്ലാം സന്തോഷമാവും. പിന്നെ ഒരു പോക്കാണ്. അങ്ങനെ ഒരിക്കലും കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ സുവിശേഷ വേല ചെയ്യുന്നത്. അല്ല, ഒരിക്കലും സുവിശേഷ വേല ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഒരു സംവിധാനങ്ങളുടെ കെട്ടിപ്പടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അപ്പം അതിനപ്പുറമുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അത് പോവുകയാണ്. അപ്പം ആ ഒരു നിത്യജീവനെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ഈ കുഴിയിലൊക്കെ കിടക്കാൻ, ആ പന്നിക്കുഴിയുടെ സുഖം? പക്ഷെ പന്നിക്കുഴി ഒരിക്കലും സുഖം തരത്തില്ല. അവർ പറയുന്നുണ്ട്, ആദ്യം പന്നികൾക്ക് കൊടുത്ത് തവിടാണ് കഴിച്ച് കൊണ്ട്. രഹസ്യത്തിൽ ഇതിൻ്റെ യജമാനൻ പറഞ്ഞു തവിട് കഴിക്കുന്നുണ്ട്. ഈ തവിടെന്ന് വെച്ചാൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് കിടക്കുന്ന ഇപ്പോൾ പന്നികൾക്ക് കൊടുക്കുന്ന തവിട് സ്നേഹത്തിന് വേണ്ടിയാണ്. അപ്പം അതുപോലും അവന് തവിടെന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നുമില്ലെന്ന് പറയും. ഈ തവിടെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല. അതാണ് പലപ്പോഴും അത് പഠിപ്പിക്കുന്ന ഈ തവിടെന്ന് നോക്കുന്നത് ഈ സെൻസ് പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖത്തിന് തവിടിൻ്റെ വിലയുള്ളൂ. തവിടിൻ്റെ വിലയെ കൊടുക്കാവുള്ളൂ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന സ്നേഹ സംഭാഷണങ്ങൾക്ക് പോലും തവിടിൻ്റെ വിലയുള്ളൂ. തവിടിനെ വിശ്വസിക്കുന്ന പോലെ തന്നെ വിശ്വസിക്കാവുള്ളൂ. അല്ലാതെ അതിന് വലിയ സാധനമായിട്ട് വിശ്വസിക്കരുത്. ഒറിജിനൽ ഇരിക്കുന്നത് അപ്പൻ്റെ വീട്ടിൽ. അവൻ ചെന്ന് കയറുമ്പോൾ അവൻ്റെ കാലുകൾ ചെരുപ്പണിയിക്കുന്നു, മോതിരണിയിക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ആഹ്ലാദ സ്വർഗത്തിൻ്റെ. അത് തവിടല്ല, അത് ഒറിജിനലാണ്. അപ്പൻ്റെ സ്നേഹം തവിടല്ല, ദൈവസ്നേഹം അത് തവിടല്ലത് ഒറിജിനലാണത്. പക്ഷേ ഈ കാണുന്ന ഈ പന്നികളൊക്കെ തരുന്നതും പന്നികൾക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഈ തവിടുള്ളൂ. ദെയർ ഈസ് നത്തിങ്. ഒരു വൈറ്റമിനും ഇല്ലത്. വെറുതെ ഷോപ്പിങ്ങിലൂടെ ജീവിച്ചു പോകുന്നൊരു ജീവിതം. ചിരിച്ച് ഹൈ പറയുന്ന നമ്മുടെ ശൈലി ഉണ്ടല്ലോ, ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ പ്ലീസിങ് ആയിട്ട് സംസാരിക്കുന്ന തവിടിട്ടുള്ളൊരു പ്ലേ. അതല്ല സ്നേഹം. സ്നേഹമെന്നത് അത് ഒറിജിനൽ സ്നേഹം ഈശോയിലാണ് മാത്രമാണ്. അത് അനുഭവിച്ച ആളുകളായിട്ട് നമ്മൾ മാറണം. ഇതാണ് നമുക്ക് നൽകുന്ന വിടുതലും വിമോചനവും. അതാ ഇന്ന് ഈ തിരുവോസ്തിയുടെ മുമ്പിൽ, ദിവികാരണത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആന്തരിക മുറിവുകളെ കർത്താവിന് കൊടുക്കാം. ഒത്തിരിയേറെ മുറിവേറ്റ ജീവിതങ്ങളൊന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ചുരുവായ നിമിഷം മുതൽ ഈ നിമിഷം വരെ മനസ്സിലേറ്റ മുറിവുകൾ, മറക്കാനാവാത്ത മുറിവുകൾ, ഒത്തിരി മനോവേദനകൾ, ജീവിത പങ്കാളിയിൽ നിന്നുണ്ടായ മുറിവുകൾ, മാതാപിതാക്കളിൽ നിന്നുണ്ടായ മുറിവുകൾ, സ്വന്തം രക്തബന്ധങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള തിരസ്കരണങ്ങൾ, മുറിവുകൾ, മക്കളിൽ നിന്നുണ്ടായിട്ടുള്ള തിരാത്ത മുറിവുകൾ, അധികാരികളിൽ നിന്ന്, വൈദികരിൽ നിന്ന്, സന്യസ്തരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള തിരാത്ത മുറിവുകൾ, ജീവിതത്തിലെ പരാജയങ്ങളുണ്ടായ മുറിവുകൾ, തോൽവികൾ, നഷ്ടങ്ങൾ, കടബാധ്യതകൾ, ചതികൾ, വഞ്ചനകൾ, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നതിൻ്റെ മുറിവുകൾ, ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ മുറിവുകൾ, കഴിവില്ലായ്മയെ ചൊല്ലിയുള്ള മുറിവുകൾ, ഒരുപാട് കളിയാക്കലിൽ വാക്കുകളും അപവാദങ്ങളും ഏറ്റുകൊണ്ടുള്ള മനസ്സിനേറ്റ മുറിവുകൾ, അങ്ങനെ ഒരുപാട് നീറിപ്പകയും നമ്മുടെ മനസ്സുകളെ വീശി കൊടുക്കാം. അവൻ്റെ മുറിവിനാൽ നാം സുഖം പ്രാപിച്ചിരിക്കുന്നു. പത്രോസ്ലീഹായിലൂടെ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, അവൻ്റെ മുറിവിനാൽ നാം സുഖം പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ മുറിവാണ് നമ്മൾ സൗഖ്യപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ ആണിപ്പടുത്തുള്ള കൈകൾ ഈ സമയം എല്ലാ മക്കളുടെ മേലെ സ്പർശിക്കപ്പെട്ട സമയമാണ്. 1 പത്രോസ് 2:24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ടവൻ കുരിശിലേറി അന്ന് പാപത്തിന് മരിച്ചു നീതിക്കാൻ ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നത്. മറക്കാനാവാത്ത ഓർമ്മകൾ, മറക്കാനാവാത്ത വിഷമങ്ങൾ, മനസ്സിൽ കിടക്കുന്ന വലിയ ആഴത്തുള്ള മുറിവ്, ആഴമേറിയ മുറിവിനെ നമുക്ക് ഈശോയുടെ തിരുമുറികളോട് ചേർത്ത് വെക്കാം. ഈശോ കുരിശ് കടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? എല്ലാവരും ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല, ഇവർ ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ക്ഷമിക്കാം. ഈശോ നമ്മെ പഠിപ്പിച്ചത് ക്ഷമയുടെ സുവിശേഷമാണ്, സഹനത്തിൻ്റെ സുവിശേഷമാണത്. എല്ലാവരും ക്ഷമിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ ഒരു കാരണത്തടിക്കുന്നവർക്ക് മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക. ക്രിസ്തീയ സ്നേഹം, ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ ഈശോയുടെ തിരുമുഖത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ആ സ്നേഹമാണ്, ക്ഷമയാണ്. ഈ സമയത്ത് കർത്താവേ, എൻ്റെ മനസ്സിലുള്ള, എൻ്റെ ആത്മാവിലുള്ള, എൻ്റെ ചിന്തകളിലുള്ള ആ മുറിവുകളെ അങ്ങനെ തിരുരക്തം കൊണ്ട് സുഖപ്പെടുത്തണമേ എന്ന് ഓരോരുത്തർ പ്രാർത്ഥിക്കട്ടെ. തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങൾ, സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അനുഭവങ്ങൾ, സ്വന്തം മക്കളാൽ പുറത്താക്കപ്പെട്ടവർ, സ്വന്തം മാതാപിതാക്കളെ പുറത്താക്കപ്പെട്ടവർ, സ്വന്തം ജീവിത പങ്കാളിൽ പുറത്താക്കപ്പെട്ടവർ, ജോലി സ്ഥലത്ത് നിന്ന് പുറത്താക്കപ്പെട്ടവർ, അങ്ങനെ പലതരത്തിൽ ഒറ്റപ്പെട്ട മുറിവുകളും
മനസ്സിനേറ്റ മുറിവുകളെ എല്ലാം ഈശോയുടെ കരങ്ങൾ കൊടുക്കാൻ നമുക്ക്. ഇത് ഈശോയുടെ സ്നേഹം, റോമാഞ്ചാഞ്ചിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹമാകട്ടെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ധ്യാനിക്കും. നമുക്ക് സങ്കീർത്തനം 27:10, അപ്പനും അമ്മയും എന്നെ കൈവിടിഞ്ഞാലും എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49:14-15 വചനങ്ങൾ സിയോൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവിനെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പറ്റമ്മ തൻ്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അഥവാ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യെശയ്യാ 55:10, അലകളകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. നിന്നോടുള്ള അചഞ്ചലമായ സ്നേഹം. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. അപ്പനും അമ്മയും നിന്നെ തള്ളിപ്പറഞ്ഞാലും ലോകം മുഴുവൻ നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ആ ദൈവമതാ തിരുവോസ്തി രൂപത്തിൽ നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. ഈശോ നമ്മുടെ ലോകാവസാനം വരെ നമ്മുടെ കൂടെ ആയിരിക്കാൻ, എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും നമ്മുടെ കൂടെ നടക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് ഈ തിരുവോസ്തിയിലിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവം. ആ ഈശോ നീ നോക്കിക്കൊണ്ട്, ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പറഞ്ഞുകൊണ്ട്, ഈശോ നിന്റെ തിരുമുറിവിനാൽ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, എല്ലാം സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ആസ്വദിക്കുന്നു. വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശ്വാസിക്കാം. കർത്താവെ, അങ്ങയുടെ കൈകൾ തിരുമുറിവ് എന്നിലേക്ക് ചൊരിയണമേ. അഭിഷേകത്തിന് തിരുരക്തോടുക്കണമേ. മറക്കാനാവാത്ത ഓർമ്മകളിലേക്ക്, മറക്കാനാവാത്ത മുറിവിലേക്ക് ദൈവസ്നേഹം ചൊരിയപ്പെടുന്ന ഈ സമയത്ത് ഈ വലിയ ആശീർവാദം, പരിശുദ്ധ കുർബാന ആശീർവാദം വലിയ വിശ്വാസത്തോടെ സ്വീകരിക്കുക.